മനസ്സിലായോ? പിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. തങ്കപ്പമില്ല തങ്കപ്പമില്ല അടുത്ത് താമസിക്കുന്നത്. മനസ്സിലായി. സുഖല്ലേ? കണ്ടിട്ട് എന്ത് ഇവിടെ എന്ത്? ഞാൻ ഇവിടെ പല്ലാശുപത്രിയിൽ വരെ വന്നത്. എന്റെ അനിയത്തി വന്നു. പോടാ പല്ല്. എനിക്കല്ല, എന്റെ അനിയത്തിക്ക് പല്ല് പോടാ. അവളവിടെ നിൽക്കണം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നടന്നു പറഞ്ഞാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഓ ശരി. അവരൊക്കെ അവിടെ നിന്ന് വീട് മാറിപ്പോയല്ലേ? അവര് വീട് മാറി അവിടെ. അല്ലെങ്കിൽ ആ കള്ളക്കളം അവിടെ നിന്ന് പോണ തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവരൊക്കെ മാറിപ്പോയത്. ചാരി ചേച്ചിയുടെ നമ്പർ വല്ലതും ഉണ്ടോ? എന്തിന്? വെറുതെ വിളിക്കാനൊക്കെ ആയിട്ടേ. എന്റെ ഫ്രണ്ടാണ്, ഞാൻ എപ്പോഴും വല്ലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. നമ്പർ ഉണ്ടായിരുന്നടാ. എന്റെ ഫോണ് പിന്നെ ഇത് ഡിസ്പ്ലേ അടിച്ചു. എന്റെ ഫോൺ അതുപോലെ ഡിസ്പ്ലേ അടിച്ചു പോയപ്പോഴാണ് നമ്പർ പോയത്. തന്നെ? എങ്ങനെ പോയത്? ഡിസ്പ്ലേ എങ്ങനെ പോയത്? ഡിസ്പ്ലേ മൂത്രം ഒഴിച്ചോണ്ടിരുന്നപ്പോ കല്ലി വീണ്. ചിലപ്പോ മൂത്രത്തിൽ കല്ലായിരിക്കും വീണത്. ഭയങ്കര തമാശയല്ലോ. നീ അല്ലേ പണ്ടല്ലേ കൊച്ചിനെ കൊണ്ടുവന്നത് വീട്ടിൽ? എനിക്ക് ഓർമ്മയുണ്ട് തന്നെ. ഇപ്പൊ തേച്ചിട്ട് പോയാണോ? തന്നെ ഭയങ്കര വിഷമായി. എങ്ങോട്ട് പോണേ? ഞാൻ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടോ, അവനൊന്ന് കാണാൻ വേണ്ടി. അവര് ഈ വീട് മാറാൻ കാര്യം എന്താണ്? ഇവിടെ അവിടെ എന്താ വിഷയം ഉണ്ടായിരുന്നടാ? നീ എന്നെ കറക്റ്റ് അറിഞ്ഞൂടാ. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. ഞാൻ CBIയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോയത്. അങ്ങനെ എങ്ങനെ ജോലിയൊക്കെ സെറ്റ് ആവും? അത് സെറ്റ് ആവും, കുഴപ്പമൊന്നുമില്ല. നമ്പർ കിട്ടുകയാണെന്നെങ്കിൽ എന്നെ കൂടെ ഒന്ന്. ഞാൻ അറിയിക്കാം നിന്നെ. ബ്രോ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? ഞാൻ കുറച്ച് അങ്ങ് അപ്പുറത്ത് പോകണം. അങ്ങോട്ട് വളഞ്ഞ് ലെഫ്റ്റ് കയറി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട്. എവിടെ ഇപ്പൊ പോയെവിടെ? എവിടെ? ഞാൻ അല്ല, എന്റെ ഫ്രണ്ടെ കാണാൻ വേണ്ടി പോണ്ട. മറ്റേ കൂടെ നടക്കണ ബുള്ളറ്റ്. അവൻ തന്നെ. ഞാൻ ഇടയ്ക്കിടെ കാണാറൊക്കെ ഉണ്ട് നിങ്ങളെ. കഴിഞ്ഞ അനിയത്തിയുടെ പല്ലിൻ്റെ ഇത് കഴിഞ്ഞ അതിനിപ്പോ കഴിയുമായിരിക്കും. ആണല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ടന്ന്. ഓ ശരി. നമ്പർ കിട്ടണം പറയാൻ മറക്കരുത്. ഞാൻ പറയാം. മറക്കരുത്. ഓ ശരി എന്നാ. ശരി എന്നാ. ഇവന്റെ നമ്പർ എവിടെ? മോശമായിപ്പോയി. എന്നാലും ചേട്ടനോട് ഇത് വേണ്ടായിരുന്നു. അല്ല, ശരിയാണ്. നമ്മൾ വന്നപ്പോൾ ചേട്ടൻ നല്ല കിടിലം ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് കാര്യമൊക്കെ ശരിയാണ്. അത് ഏതൊരു മലയാളിയും ഒരാളോട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നലെ വന്നവര് നമുക്കതൊരു വിഷയമില്ല. ചേട്ടൻ ഇവിടെ ഇത്രയും നാളുണ്ടായിട്ട് അവര് ചേട്ടനോട് ഇത് ചെയ്തത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ആരോട് എന്ത് പറഞ്ഞെന്നാ പറയാം? നീ തെളിച്ച് പറ. പറയണ മോശമാണ്, എന്നാലും പറയാം. ആ ആര്യൻ ദിവ്യം വേറെ ആര് തന്നെ? അവരെന്ത് പറഞ്ഞു? ചേട്ടൻ അറിയില്ല. അപ്പോ അങ്ങനെ വരട്ടെ. ചേട്ടന് ഇവിടുത്തെ മാഡത്തോട് എന്തോ ക്രഷാണ് പോലും. ക്രഷോ? ലവ്, മൊഹബത്ത്. കേട്ടോ വല്ലോ? അറിഞ്ഞോ വല്ലോ? നിങ്ങൾ പറഞ്ഞു? ഞങ്ങളോട് പറഞ്ഞാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് ആരോട് പോയി പറഞ്ഞെന്നാ? ആരോട് പോയി പറഞ്ഞെന്നാ? എല്ലാം അറിയണണ്ടാ? ആ മാഡത്തിനോട്. ആ ചേട്ടന് ലവ് ആണെന്നും ചേട്ടൻ ഉടനെ തന്നെ അവരെ വളച്ചു കെട്ടും എന്നാണ് പറഞ്ഞേക്കണത്. എനിക്കറിയത്തില്ല. ദൈവമേ, എന്താവും എന്തോ. ചേട്ടനെ കാത്തോണേ. ചേട്ടാ, ചേട്ടാ, ഈശോയെ, കാറ്റ് പോയോ? ചേട്ടാ, 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 എന്താ? എനിക്കില്ലേ ഓഫായി പോയി. ചേട്ടാ, 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 ഒന്നുമില്ല. എനിക്ക് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? തക്കാളി, കത്രിക്ക, കിച്ചൻ. പറഞ്ഞോടോ. അതിപ്പോ പറയണ്ട, കുഴപ്പമില്ല. ചേട്ടാ, മണ്ടത്തരം കാണിക്കരുത്. നാട് ഇപ്പൊ ഏത് അവസ്ഥയിലാണ് നിക്കണെന്ന് പറഞ്ഞു. നീ കരുതൂടി ചെണ്ണം കുറച്ചു കീറി എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നു പറ. ചേട്ടൻ സമാധാനിക്ക്, ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാലും ഇത്രയും തങ്കപ്പെട്ടൊരു ചേട്ടനോടെ ഞാനും അതന്നെ അന്ന് കണ്ണിച്ചോരില്ലാത്തുള്ളവരല്ലേ? സത്യം, ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാണിക്കൂലേ? ചേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അതെ, ആണോ? ഉറപ്പാണോ? ഉറപ്പ്. പിടിച്ചൂടോ. പേടിയായിട്ടും പാടില്ല. കഷ്ടല്ലേ.
വന്ന ഉടനെ അവരെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പം നമ്മൾ ഇവിടുന്ന് പോകേണ്ട അവസ്ഥയാണല്ലോടാ. എന്നെ അവളമാർ ആധിപത്യം സ്ഥാപിച്ചിട്ടുമില്ല, എന്നെ സ്ഥാപിക്കാൻ പോകുന്നുമില്ല. നീ ഫുൾ കോൺഫിഡൻസിൽ ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇരുന്നു. അവസാനം നമ്മൾ അവരുടെ അടിമയായി ഓം ബ്രാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കെട്ടുകെട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അവളുമാർ ഇവിടെ നിൽക്കണ്ടേ അതിന്. എനിക്കുള്ള പ്രതീക്ഷ എല്ലാം പോയി. എന്നാ പ്രതീക്ഷ എനിക്കുണ്ട്. എങ്ങനെ? എടി നേരത്തെ വന്ന ചാരുവിന് ഫ്രണ്ട് ഇല്ലേ, അവൻ ഇനി ഇവളുമാരെ കാണാൻ വരും. എന്തായാലും നേരിട്ട് ഇടിച്ചേറി വരത്തൊന്നുമില്ല, ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. അങ്ങനെ ഉണ്ടായാൽ നമുക്കെന്ത് കാര്യം? മേഡം അറിഞ്ഞാലും എന്തെങ്കിലും കാര്യമുള്ളൂ. എന്തായാലും ആ തള്ള അറിയാൻ പോകുന്നില്ല. എന്തായാലും മാഡം നേരിട്ട് കാണില്ല, അത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ കളി. അതിന് ആ തള്ള ഉള്ളപ്പോൾ അവനിവിടെ വരണ്ടേ? വരാതെ എവിടെ പോവാൻ? ഇനിയും അവൻ വരും. മറ്റേ ചെക്കനല്ലേ? ഹലോ. ഹലോ. ഹായ്. സുഖാണോ? ഫ്രണ്ട്സിനെ കാണാവുന്നതായിരിക്കും അല്ലേ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആണോ? നീ പോയി നോക്കിട്ടാ, അവര് വിളിച്ചിട്ടാ? ഒന്ന് നോക്കിട്ട് വരുമോ? അതിനെന്താ? ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വൈബൊക്കെ അങ്ങ് പോയല്ലേ? സത്യം. അവിടെ ആയിരുന്നു ഈ വിഷയമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീടിനകത്തേക്ക് കയറി പോയിരുന്നു. ഇവിടുത്തെ കണക്കൊന്നും വിഷയമൊന്നും അവിടെ ഇല്ല. ഇവിടെ മറ്റേ ആ മേഡത്തിന് കാരണം ഭയങ്കര വിഷയം വരും. ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരാറുണ്ടോ? ആ, ഇടയ്ക്ക് വരാറുണ്ട്. ദിവ്യയുടെ ബോയ് ഫ്രണ്ട് ഒരു ദിവസം രാത്രി കിടന്നിട്ടുണ്ട്. ഇവിടെ ആ, രാത്രി? അതെ. അപ്പൊ മറ്റേ മേഡത്തിന് വിഷയമൊന്നുമില്ല? മാഡം കാണാതെയാണ്. ആണല്ലേ? അതെ, അവര് റൂം അടിച്ചിട്ടേക്കാ. എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് കേൾക്കുന്നേ ഇല്ല. അയ്യോ. എന്നാ ചേട്ടാ കാര്യം ചെയ്യും, നൈസായിട്ട് അകത്തോട്ട് കയറിക്കോ. മാഡം വരുന്നല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, അതോട്ട് കയറി കഴിഞ്ഞാൽ വിഷയമാവൂലേ? ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് കയറിക്കും. ചേട്ടാ കുറച്ച് റിസ്ക് ഒക്കെ എടുത്താലേ ലൈഫിൽ ത്രില്ല് ഉണ്ടാവുള്ളൂ. റിസ്ക് എടുക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ള ആള്. വായോ. അതെ, ഒച്ച ഉണ്ടാക്കാണ്ട് കയറണേ. ഒച്ച ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? കുട്ടിയുടെ ബോയ് ഫ്രണ്ട് മാത്രമേ കയറിയിട്ടുള്ളൂ, കുട്ടിയുടെ കയറിയിട്ടില്ല. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. അകത്ത് കയറുന്നതാണ് ഇമ്പോർട്ടന്റ്. അതെ, അത് കാരണേ. വേണല്ലോ. ഇവര് പറഞ്ഞു സംഗതി ഏറ്റ് ബാക്കി പണി ചെയ്യാം. എന്നാലും നീ പരിപാടി എന്റെ പവി കാണിച്ചു, നിനക്കൊരു ബോധമില്ലേ? ഞങ്ങൾ മിക്കവർക്കും ഇറങ്ങേണ്ടി വരേണ്ട അവസ്ഥ വരും. കഷ്ടം. പോട്ടച്ചാരി അവന്റെ അബദ്ധം പറ്റിയതാണെങ്കിലോ? ഞാൻ ഒന്നും ചെയ്തതല്ലെന്ന്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ താഴെ വന്നപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരില്ലേ, അവരെന്റെ അടുത്ത് പറഞ്ഞു നീ അകത്തോട്ട് ഇറങ്ങിയോ, ഒരു കുഴപ്പമില്ല, അവരുടെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഇതാണ് കയറി വരുന്നതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? അവര് പറഞ്ഞിട്ട് നീ അറിയുന്നത്? പിന്നല്ലാതെ. എന്നാ അവള് പോലെ നമുക്ക് പണി തന്നതാ. പണി തരുമോ അവര്? ഉറപ്പാ. ഞാൻ ഇത് വല്ല അറിയുന്നോ? എന്റെ അടുത്ത് പറഞ്ഞ കയറി വരാൻ പറഞ്ഞ ഞാൻ കയറി വന്നു. ഇത് എന്ത് കഷ്ടമൊന്നും. തന്നെ വിളിക്കായിരുന്നു. നീ ഫോൺ എടുക്കണ്ട. ബേബി ആയി പേടിപ്പിക്കുമല്ലോ. അതൊക്കെ പറ. പ്രത്യേക സാഹചര്യത്തിലാണ്. അവനെങ്ങനെ കയറി, എപ്പൊ കയറി, എന്തിനു കയറി എന്നൊക്കെ പിന്നെ. ഇപ്പൊ ഇവനെങ്ങനെ പുറത്ത് വിടാൻ പറ്റുന്നു പറ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ തള്ള എങ്ങനെ നിന്നെ കണ്ടോ? കാണാൻ ചാൻസ് കുറവാണ്.
സാരില്ല അവൾമാർ കൊണ്ടുവന്ന് കാണിച്ചോളൂ. പ്രശ്നം തീർന്നില്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പാമ്പിനെ പിടിക്കാൻ കയറുന്ന പറഞ്ഞത് സ്നേക് മാസ്റ്റർ. എന്റെ മാലികനെ കൊന്നാത്ത പ്രാന്ത് പിടിച്ചിരിക്കണേ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിനക്ക് പെട്ടെന്ന് വയ്യാതായോണ്ട് നമ്മൾ വിളിച്ചേറ്റെന്ന് പറയാം. ആ ചെന്നങ്ങ് കയറി കൊടുത്താതെ അവർ വിശ്വസിക്കുമല്ല. അവർ മണ്ടിയൊന്നും അല്ല. പിന്നെന്ത് ചെയ്യാന്ന് പറ. ആ തൽക്കാലത്തൊക്കെ 3 കൂടിയുടെ വായ അടച്ചിരിക്കും. ഞാൻ താഴെ പോയി സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം. കേട്ടല്ല? നീ അതുവഴി എങ്ങനെ ഇറങ്ങി ഓടാനാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പതുക്കെ എങ്ങനെ കയറുക അതാണ് നോക്കിക്കോണ്. ഞാൻ പോരാ. മിണ്ടാണ്ടിരിക്കും. അതാണ് നല്ലത്. ഞാനിവിടെ വരാം. നമുക്ക് നോക്കാം. അറിഞ്ഞൂടാ അവര്. പുറത്തൂടെ ടെറസ് വരെ ഇറങ്ങിയാലേ ഏണിയുണ്ടോ? വേണ്ടടാ, ഇവിടെ കയറിട്ട് തരും. നീ ചാട്. നീ പറ. നീ പോ. എടി എടി കളിക്കല്ലേ, പോ. എടി മാഡത്തിനോട് ഇപ്പൊ പറയണോ? എടി വെറുതെ സമയം കളി, നമുക്ക് സമയമില്ല. ശരി, നടക്കാനോ പറഞ്ഞേ. നീ മുന്നിൽ പോയേ. എടി നമ്മളിപ്പോ പറഞ്ഞ മാഡം വിശ്വസിക്കോ? നമ്മൾ എന്തിനാ ഇതൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്ത് കൂട്ടേ? ആൾമാർക്ക് റൂമിൽ പോയി സൂഹിക്കാനാ? സമയം കളയാതെ പോയാരിയാ? മാഡം ഇത് യാദർച്ഛയായിട്ട് കാണുന്നില്ല. എടാ എങ്ങനെയെന്നാ നീ പറയുന്നേ? അവിടെ വെറുതെ ഇരിക്കുന്ന മാഡം എങ്ങനെയാ അവിടെ പോയിട്ട് യാദൃച്ഛയായിട്ട് കാണുന്നേ? നമ്മൾ പോയി പറയാണ്ട് മാഡം അറിയത്തില്ല. നീ വന്നേ. നീ ചെല്ലേ. ചേട്ടന്മാര് ഡീലാക്കണ നല്ലത്. ചേട്ടാ എന്തു പറ്റി? എന്തിനിങ്ങനെ ഇരുന്ന് കരയണേ? എല്ലാം കഴിഞ്ഞില്ല മോളെ. എന്ത് കഴിഞ്ഞെന്ന് ചേട്ടാ? ഞാൻ മാഡത്തിനെ ഒരു ചേച്ചിയുടെ സ്ഥാനത്തല്ലേ കണ്ടത്. എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായി പോയി രവിചേട്ടാ. ഓ. പക്ഷെ രവിചേട്ടൻ ഈ സമയത്ത് ഇങ്ങനെയൊന്നും കരയല്ല വേണ്ടത്. ആരെങ്കിലും കാണിക്കും മണ്ടത്തരം. രവിചേട്ടാ സത്യം പറഞ്ഞാൽ സമയം കളയോ. ഓരോ സമയം വിലപ്പെട്ടതാ. അവളുമാര് രവിചേട്ടനെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്യണമെന്നറിയോ? രവിചേട്ടൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് പ്രതികരിക്കണ്ടേ? എന്താ ചെയ്യണ്ടേ? എൻ്റെ പൊന്നു ചേട്ടാ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് തുരത്തണം. അതാണ് അവരെ മാസ്റ്റർ പ്ലാൻ. അതിന് വേണ്ടി അവർ ഏതറ്റം വരെ വേണേലും പോകും. മനസ്സിലായ? അപ്പം അതിനെ പറ്റി എന്തെങ്കിലും വേണം ചേട്ടൻ പറയാൻ. എനിക്ക് പറയാൻ തലയ്ക്കകത്തുനിന്ന് വല്ലതും പറയണ്ടേ മോളെ? ദേ ഇപ്പം തന്നെ അവരുടെ മാഡത്തിൻ്റെ റൂമിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാ പറയണത് ദൈവത്തിന് തന്നെ അറിയാം. ചേട്ടൻ ഇത്രയും നാളായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഇതൊന്നും മനസ്സിലായില്ലേ? അയ്യോ, ഇനി അവരിനി എന്ത് പറയാൻ വേണ്ടി പോണേ? ഇനി എന്ത് പറയാൻ വേണ്ടി പോണത്? ഞാൻ പറയുകയാണെങ്കിൽ ചേട്ടൻ മണ്ടനാന്നേ പറയത്തുള്ളൂ. ഞങ്ങൾ ഈ ഏതാനും ദിവസങ്ങളായിട്ടുള്ള ഇവിടെ വന്നിട്ട് എന്നിട്ട് പെൺപിള്ളേരെ സ്വഭാവം പഠിച്ച് ചേട്ടൻ ഇത്രയും നാളായിട്ട് വന്നിട്ട് അയ്യോ മറ്റേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ താലോലിക്കും വല്ല കാര്യം ഉണ്ടായിരുന്നു. അനുഭവിച്ച എന്നാലേ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പോയി പറയാൻ പോവാ. എന്ത്? ഞാൻ മാഡത്തിന് എല്ലാം തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ മാഡത്തിന് ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് ഞാൻ പറയാൻ പോവാ. അവിടെയല്ലേ മണ്ടത്തരം പറ്റണത്? മാഡത്തിന് അത് ബോഡി ഷേമിങ് ആവത്തില്ലേ? മാഡത്തിൻ്റെ വിചാരം മാഡം ഭയങ്കര അടിപൊളിയായിട്ട് ക്യൂട്ടാണ്, നല്ല പത്രാസിലൊരു മാഡം അല്ലേ മാഡത്തിൻ്റെ വിചാരം? ആ മാഡത്തിൻ്റെ അടുത്ത് ചേട്ടൻ പോയിട്ട് ഞാൻ ചേച്ചിയെ പോലെ കാണുന്ന പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. എന്നാ പിന്നെ നേരെ പോയി കാല വീഴാം. അതാ നല്ലത്. ആ കാല വീണു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും. അത് മതിയില്ലേ? അത് മതി. പക്ഷേ ഒരു ഇതിലൊക്കെ ചെയ്തോന്നോട്ടോ. അത് നിങ്ങളവിടെ നിൽക്കണ്ട്. അവരെന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്. ഒരു സാധനം അവരെ കൊണ്ട് പറയാൻ സമ്മതിക്കരുത്. കേട്ടാ? എന്തായാലും വേണ്ടില്ല, പറഞ്ഞെടുത്ത് വെച്ച് കാണാം. സംസാരിച്ചോണ്ടിരുന്നോ? ഓക്കെ. അങ്ങോട്ട് വിറയ്ക്കാണ്ട്. അവര് പല രീതിയിലും പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. ഒരു രീതിയിലും അതിനകത്ത് വീഴരുത്. ഒരക്ഷരം അവരെ കൊണ്ട് പറയാൻ സമ്മതിക്കരുത്. കേട്ടാ? അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടാവും മോളെ. ധൈര്യമില്ലാണ്ട് ഇവിടെ പോയി കിടക്കണേ ചേട്ടാ. ചേട്ടൻ രവിച്ചേട്ടനല്ലേ? ആണോ? പിന്നല്ലാണ്ട് ഞാൻ ഇന്നിവരെ കണ്ട ചേട്ടന്മാരിൽ വെച്ചിട്ട് ഏറ്റവും സ്നേഹസമ്പന്നനും എന്താ പറയാ ആ ഒഴുകി വരുന്ന ആ ഒരു സാധനം. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? എല്ലാം മനസ്സിലാവുന്നു. അതൊക്കെ ചേട്ടനുണ്ട്. ആ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഇവിടെ കാണിച്ചോണം. ഒരാളുടെ ഫ്രണ്ടിലും തല കൊണ്ടിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തരുത്. കേട്ടല്ല? പോട്ടെ മോളെ. ചേട്ടനെ കൊണ്ട് പറ്റും. മാഡം ഒരു കാര്യം പറയാനുണ്ട്. മാഡം
അയ്യോ ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്, മൊത്തം പച്ചക്കള്ളവാ. എന്താ എന്താ ഈ രവിശൻ എന്ത് പറ്റി? രവിച്ചേട്ടനാ? ഇനി എന്നെ അങ്ങനെ വിളിക്കുന്നു. മേഡം നീ എന്നെ വിളിച്ചു വരുന്നു പൊക്കക്കാരി. നിങ്ങൾ എല്ലാരും കൂടി എന്താ കാണിക്കുന്നേ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഡേ നിങ്ങൾ എല്ലാരും കൂടി എന്നെ വട്ടാക്കരുത് കേട്ടോ. എന്നാ മാഡത്തിന് വട്ടാന്ന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പറ നിനക്ക് മതിയായി. ഇതെന്താ പറയുന്നേ? അയ്യോ മേഡം ഇവര് പറയാൻ പോകുന്നതും പറയുന്നതും ഒക്കെ പച്ചക്കള്ളവാ. ഞങ്ങൾ പറയാൻ വരുന്നതോ? ഞങ്ങൾ പറഞ്ഞ കാര്യം കേട്ട മാം ഞെട്ടും. അല്ല 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 എന്താ പറ്റുക, ഞാൻ പറയണത് വിശ്വസിക്കണം. മേഡം ഇവര് പറയുന്ന പച്ച കള്ളമാ മേഡം. ഇവര് പറയുന്നത് കേട്ട് എന്റെ പണി കളയല്ലേ മേഡം. മേഡം എനിക്കറിയാമല്ലോ, ഞാൻ ആരും ഇല്ലാതെ വന്നപ്പോ മേഡം എനിക്ക് ഒരു പണി തന്നല്ലോ. മേഡം എനിക്ക് വിശ്വാസമാണ്, എനിക്ക് മേഡത്തെ വിശ്വാസമാണ്. ഞാൻ അങ്ങനെ ചെയ്യുമോ മേഡം? ഒന്ന് ആലോചിച്ച് നോക്കി, ഇവര് പറയുന്നത് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒന്നും ചെയ്യൂല മേഡം. വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ, വേറെ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഒരു ആശ്വാസത്തോടെ ഞാൻ പോയിട്ട് ആൾമാരെന്താ ഒപ്പിച്ചെന്ന് നോക്കിട്ട് വരാം. എന്റെ മാഡം സമയം കൂടും, ഞങ്ങൾ പറഞ്ഞൊന്ന് കേക്ക്. മേഡം അവരെ ഒന്ന് പറഞ്ഞു വിടും മേഡം. എത്ര നേരമായി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ പൊന്ന് രവി, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്റെ പൊന്നു രവി, ഇനി മാഡത്തിന് എന്നോട് എന്ത് തോന്നുന്നു? മാഡം മാഡത്തിന് എന്നോട് എന്ത് തോന്നിയാലും ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് തോന്നാൻ? പ്രേമം. ആർക്ക്? ആരോട്? മാഡത്തിന് എന്നോട്. എനിക്ക് നിന്നോട് പ്രേമം? എല്ലാം ഓടിക്കോ. മാഡം ഇനി തനിക്കെന്താ ഇവിടെ വേണ്ടത്? അതല്ല മാഡം, നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു PG ആണെന്ന് വിചാരിച്ചാൽ ഞങ്ങളിവിടെ ഒന്ന് താമസിച്ചത്. പക്ഷെ ഇവിടെ ആകെ ബഹളമാണല്ലോ. സത്യം പറഞ്ഞ മൊത്തത്തിലൊരു നെഗറ്റീവായി ഞങ്ങൾക്ക്. എന്റെ കുട്ടി, ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. ആ കുക്കുണ്ടല്ലോ, അവനാള് ശരിയല്ല. സത്യം പറഞ്ഞാൽ ആൾക്കാർ മാറാൻ അധികം സമയം വേണ്ടല്ലോ മാഡം. പക്ഷേ ഒരു നല്ല കുക്കിനെ കിട്ടാൻ ഇപ്പൊ എന്ത് പാടാന്നറിയോ? മാഡം എൻ്റെ പരിചയത്തിലേ നല്ലൊരു അടക്കവും ഒതുക്കമുള്ളൊരു കുക്കുണ്ട്. ആണോ? എവിടെയാ? പുള്ളി കുറച്ച് ദൂരെയാണ്. കുക്ക് മാത്രല്ല കേട്ടോ, നമ്മുടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പ്രാപ്തിയുള്ളൊരു നല്ലൊരു കെയർ ടേക്കറും കൂടിയാ. നമുക്കേ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വേണ്ടത്. അതെ അതെ അതെ. കുട്ടി, അയാളെ ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാമോ? ഞാൻ വിളിച്ച പുള്ളി എന്തായാലും വരും മാഡം. ആണല്ല? ഇനി ഒരിക്കലും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം കേട്ടാ. പെട്ടെന്ന് അദ്ദേഹത്തിനെ വരുത്താൻ നോക്കട്ടാ. ഉറപ്പായിട്ടും മാഡം. മാഡം ടെൻഷൻ അടിക്കലായിട്ട് അധികം. ഇല്ല, റെസ്റ്റ് എടുത്തോ. ഇല്ല, മക്കളിച്ചല്ലേ. കാര്യം ഏകദേശം സെറ്റ്. ഓക്കെ മാഡം, ശരി. മോളിച്ചല്ലേ.